നമ്മളിന്ന് ആരക്കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നേക്കാണേ. ഇവിടെ ഞങ്ങൾക്കൊരു ചെറിയ സ്ഥലമുണ്ട്. അവിടെ ഒരു കുഞ്ഞു വീടും ഉണ്ട്. അതാണ് വീട് കണ്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പച്ച നട്ട് വളർത്തിയിട്ടുണ്ട്. വാഴ, കുരുമുളക്, ജാതിക്കായാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയാണ്. വളർന്നു തന്നേ ഉള്ളൂ, ഉണ്ടായിട്ടില്ല. ഇത് പാഷൻ ഫ്രൂട്ട്. എനിക്ക് ഇൻട്രസ്റ്റ് ആയ ഒരു സാധനം ഇവിടെ ഉണ്ട്, ചുമന്ന ചാമ്പക്ക. ഇതിനാണ് ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നത് തന്നെ. കുറച്ചേ ഉള്ളൂ, എന്നാലും നമുക്കിത് പറിച്ചെടുക്കാം. വലിയൊരു കിണറുണ്ട്, അതങ്ങ് ഭയങ്കര ആഴമാണ്. അയ്യോ, എന്തോരോ താഴെ വീണ് പോയേ. നേരത്തെ വരേണ്ടതായിരുന്നു. ഇച്ചിരിയേ ഉള്ളൂ. കുറേ മരമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഫുൾ ഇതൊക്കെ മഞ്ഞൾ നട്ടു വച്ചിരിക്കുന്നതാണ്. നമുക്ക് സമയം കളയാതെ ഈ ചാമ്പക്കൊക്കെ പറിച്ചെടുക്കാം. ഇത്രയും കിട്ടിയപ്പോൾ ബാക്കിയൊക്കെ കുറച്ചു മുകളിൽ പറിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ കോമ്പൗണ്ട് വാൾ. ഇതിൻ്റെ മുകളിലൊരു വീടാണ്, സ്റ്റെപ്പായിട്ടാണ്. നമ്മുടെ താഴോട്ടും ഉണ്ട് വീടുകൾ. ഇതിൽ കൂടി നോക്കിയാൽ കാണും. കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ഒരു വീടുണ്ട്. ഇവിടെയൊക്കെ ജാതി ഉണ്ട്, കുറേ പേര നട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊരു ചെമ്പരത്തിയൊക്കെ കാണാം, ചെത്തി. ഇത് നമ്മുടെ ഗേറ്റ്. ഇങ്ങനെ പോയിട്ട് ഉള്ളിലാണ് ഈ പറഞ്ഞ സ്ഥലം. ചേന. എന്താ താഴോട്ട് വഴി, മേലോട്ട് വഴി. ഇങ്ങനെയാണ് നമ്മുടെ സ്ഥലം ഇരിക്കുന്നത്. നല്ല പീസ്ഫുള്ളാണ് ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ. അപ്പുറത്ത് കപ്പയൊക്കെ നട്ട് കാണാം, റബ്ബർ തോട്ടം, പൈനാപ്പിൾ. മൊത്തം പൈനാപ്പിൾ കൃഷിയാണ്. അത് നമ്മുടെ അല്ല, അപ്പുറത്തെയാണ്. കൊള്ളാം അല്ലേ? ഇത് ഞാവലിൻ്റെ മരമല്ലേ? മനസ്സ് കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങോട്ടൊക്കെ പോരാം. ഞങ്ങളിത് കുറച്ച് ചക്കയൊക്കെ പറിച്ച്, കുറച്ച് ജാതിക്കൊക്കെ പറിച്ച്. ചക്കയൊക്കെ ഉണ്ട്, വെച്ച് കയറി ഇടണം. ഇവിടെ വന്ന് കേട്ടോ പണ്ടോ വാഴ നടുന്നതിൻ്റെ പ്രോസസ്സാണ് നമ്മളീ കാണുന്നത്. മയപ്പൊടിയൊക്കെ ഇട്ട് ഈ ജാതിക്കയുടെ തൊണ്ട് ഉപ്പ് മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ, ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ. അതൊക്കെ ഇത്തിരി പഴുത്ത് വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫേവറേറ്റ് സ്പോട്ട്. നമുക്കിങ്ങനെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ പറ്റിയൊരു സ്ഥലമാണ്.